ഹിന്ദു പുരാണമനുസരിച്ച് ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തിൽ വ്രതശുദ്ധിയോടെ ഉപവാസം അനുഷ്ഠിക്കുന്നതും കൂവളത്തിൻ്റെ ഇലകൾ അർപ്പിച്ച് പൂജ ചെയ്യുന്നതും ഉറക്കമിളയ്ക്കുന്നതുമാണ് പ്രധാന ആചാരങ്ങൾ. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം ദേവകൾക്ക് ജരാനര ബാധിച്ചു. ഇതിൽ നിന്നും മോചനം നേടുന്നതിനും അമരത്വം ലഭിക്കുന്നതിനും പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ മതിയെന്ന് ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാരോട് അരുൾ ചെയ്തു. തുടർന്ന് അസുരന്മാരുടെ സഹായത്തോടെ ദേവന്മാർ പാലാഴി കടയാൻ തീരുമാനിച്ചു. അസുരന്മാരുടെയും ലക്ഷ്യം അമൃത് തന്നെയായിരുന്നു. ശേഷം മന്ദരപർവ്വതത്തെ കടകോലായും സർപ്പശ്രേഷ്ഠനായ വാസുകിയെ കയറായും ഉപയോഗിച്ച് ദേവാസുരന്മാർ പാലാഴി കടയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ മന്ദരപർവ്വതം സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥ എത്തിയപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിച്ചു മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. വീണ്ടും പാലാഴി മഥനം ആരംഭിച്ചു. പാലാഴി മഥനത്തിലൂടെ ഐശ്വര്യപൂർണമായ പല വസ്തുക്കൾ ഉയർന്നു വരാൻ തുടങ്ങി. അതിനിടയിൽ കാളകൂടം എന്ന ഘോരവിഷം ഉയർന്നു വന്നു. ഇതിന് പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുണ്ട്. ഉയർന്നു വന്ന കാളകൂട വിഷത്തിൽ നിന്ന് മാരകമായ വിഷപ്പുക പുറന്തള്ളാൻ തുടങ്ങി. ഈ പുക ആർക്കും താങ്ങാൻ കഴിഞ്ഞില്ല. അവർ ബ്രഹ്മദേവന്റെ അടുത്ത് സഹായത്തിനായി ഓടി. എന്നാൽ ഭഗവാൻ പരമശിവന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മദേവൻ ഉപദേശിച്ചു. അങ്ങനെ ഇരു കൂട്ടരും കൈലാസ പർവ്വതത്തിൽ ചെന്ന് പരമശിവനോട് സഹായത്തിനായി അഭ്യർത്ഥിച്ചു. ലോക സംരക്ഷണാർത്ഥം ഭഗവാൻ മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തു. എന്നാൽ ഇത് കണ്ടു ഭയന്ന പാർവതീദേവി വിഷം ഉള്ളിൽ ചെല്ലാതിരിക്കാൻ ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു. അങ്ങനെ കാളകൂട വിഷം ഭഗവാന്റെ കണ്ടത്തിൽ തന്നെ ഉറച്ചു. വിഷത്തിന്റെ കാഠിന്യത്താൽ ഭഗവാന്റെ കണ്ടം നീലയായി. അന്നു മുതൽ ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും പ്രാർത്ഥിച്ച ഈ ദിവസമാണ് ശിവരാത്രിയായി നാം ഇന്നും ആഘോഷിക്കുന്നത്. ശിവരാത്രിയെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്: ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. കൂടാതെ ഭഗവാൻ ആദ്യമായി താണ്ഡവ നൃത്തമാടിയ ദിവസത്തെയും ശിവരാത്രിയുടെ ഐതിഹ്യമായി കണക്കാക്കുന്നു. ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഒരു ദിവസം സുസ്വരൻ എന്ന വേട്ടക്കാരൻ കാട്ടിൽ നായാട്ടിന് പോയി. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു മൃഗത്തിനെയും ഭക്ഷണത്തിനായി അവന് കിട്ടിയില്ല. വീട്ടിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും കാര്യമോർത്തിട്ട് സുസ്വരൻ ഉൾക്കാട്ടിലേക്ക് പോയി വേട്ടയാടാൻ തീരുമാനിച്ചു. എന്നാൽ സമയം രാത്രിയായി. ഇനി തിരികെ മടങ്ങുന്നത് ആപത്താണെന്ന് ഭയന്ന സുസ്വരൻ ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അതൊരു കൂവള മരമായിരുന്നു. കാട് മുഴുവൻ അന്ധകാരത്തിലായി. വന്യമൃഗങ്ങളുടെ ഒച്ച കേട്ട് മരത്തിന്റെ മുകളിലിരുന്ന സുസ്വരൻ ഭയന്നുപോയി. മാത്രമല്ല തന്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് കരയാനും തുടങ്ങി. വിശപ്പും ദാഹവും കാരണം രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എപ്പോഴെങ്കിലും താൻ ഉറങ്ങിപ്പോയാലോ എന്ന് ഭയന്ന് കൂവളമരത്തിന്റെ ഇലകൾ താഴേക്ക് പറിച്ചിട്ടുകൊണ്ടിരുന്നു. കൂടാതെ കരയുന്നുമുണ്ടായിരുന്നു. അയാൾ അന്ന് പകലും രാത്രിയും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നേരം പുലർന്നപ്പോൾ സുസ്വരൻ മരത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി. വർഷങ്ങൾ പലതും കഴിഞ്ഞു. സുസ്വരന്റെ മരണസമയത്ത് 2 ശിവദൂതന്മാർ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നു. കാരണം അന്ന് കാട്ടിൽ ചെലവഴിച്ച ദിവസം ശിവരാത്രിയായിരുന്നു. മാത്രമല്ല മരത്തിന്റെ ചുവട്ടിൽ ഒരു ശിവലിംഗവും ഉണ്ടായിരുന്നു. കൂവള ഇലകൾ പറിച്ച് താഴേക്കിട്ടപ്പോൾ വീണത് ശിവലിംഗത്തിലാണ്. അയാളുടെ കണ്ണീർ തുള്ളികൾ ശിവലിംഗത്തിന് അഭിഷേകമായി. പകലും രാത്രിയും ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അറിയാതെയാണെങ്കിലും സുസ്വരൻ യഥാർത്ഥ ശിവപൂജ ചെയ്യുകയായിരുന്നു. അതിലൂടെയാണ് സുസ്വരന് സ്വർഗം ലഭിച്ചത്.